ഇന്ന് ആദ്യമായിട്ട് അല്ല അതൊക്കെ കട്ട് ചെയ്ത് ഇന്ന് വിഷുവാണ്. അപ്പൊ എന്റെ ഫസ്റ്റത്തെ വ്ളോഗ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. എങ്ങനെയാണ് എന്താണ് പറയേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഇന്ന് വ്ളോഗ് ഇടും. ഇന്ന് നല്ലൊരു വ്ളോഗ് ഇടുന്നതായിരിക്കും. പക്ഷെ ഫസ്റ്റ് ഞാൻ സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ചത് ബീച്ചിൽ പോയിട്ട് ഒരു റീൽ എടുത്ത് സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ചത്. പക്ഷെ റീൽ എടുക്കാനുള്ള കഴിവ് എനിക്ക് ഇല്ലാന്ന് തോന്നുന്നു. ഡാൻസ് കളിച്ചിട്ടൊന്നും ശരിയാവുന്നില്ല. അതിന് കുറെ ചീത്ത ഇട്ടിട്ടാണ് ഞാൻ പിരിക്കുന്നത്. പിന്നെ ഞാൻ വിചാരിച്ച് മൂഡ് ഓഫ് ആയിട്ട് ഇരിക്കുകയായിരുന്നു. അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് വലിയ പിടുത്തൊന്നും ഇല്ല. അതിനുള്ളിൽ ഒരു എന്താ പറയാ സോഡയൊക്കെ കുടിച്ച് കുറച്ചേരം ഇങ്ങനെ ഇരുന്ന്. അപ്പൊ ഇവിടെ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലേക്ക് വന്നപ്പോഴാണ് അറിയണേ ഇവിടെ ഷൂട്ടിംഗ് ആണ്. അപ്പൊ ജായ തിരക്ക്. പിന്നെ ഇപ്പൊ എവിടേക്ക് പോകുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ അങ്ങനെ ഇരിക്കുകയാണ്. എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഞാൻ ഒന്ന് എത്തി ആലോചിക്കട്ടെ കേട്ടോ ഇനി എന്താ ചെയ്യേണ്ടത്. ഞാൻ എന്തുകൊണ്ടാണ് ഈ ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ വേറെ പണിയൊന്നുമില്ല, വീട്ടിൽ വെറുതെ ഇരിക്കുകയാണല്ലോ. അപ്പൊ ഞാൻ വിചാരിച്ചു ഇതൊന്ന് സ്റ്റാർട്ട് ചെയ്യാന്ന്. കുറച്ച് റീലൊക്കെ ഇട്ട് സ്റ്റാർട്ട് ചെയ്യാന്നാണ് ഫസ്റ്റ് വിചാരിച്ചത്. അപ്പൊ പിന്നെ എനിക്കിപ്പോ വ്ളോഗൊക്കെ ഇടാനായിട്ടൊരു അതുകൊണ്ട് ഞാൻ ഇടാന്ന് വിചാരിച്ച്. ഇന്ന് വിഷുവാണ് ഗൈസ്. അപ്പൊ പക്ഷെ വീട്ടിലേക്ക് പോകാൻ പറ്റിയില്ല, ഡ്യൂട്ടി ഉണ്ട്. അതുകൊണ്ട് തന്നെ വീട്ടിൽ പോലും നടന്നില്ല. ഇനി വീട്ടിൽ പോണം. പോകുന്നൊക്കെ ഞാൻ വ്ളോഗായിട്ട് ഇടാട്ടോ. ഇന്ന് ഡ്യൂട്ടിക്ക് പോണം ഗൈസ്. അതുകൊണ്ട് തന്നെ വലിയ ഇതാണ് എന്നുവെച്ചാൽ വിഷമാണ്. വിഷുവായിട്ട് ആരെങ്കിലും ജോലിക്ക് പോയി ഇഷ്ടപ്പെടുക ഇല്ല. സ്വന്തം വീട്ടിൽ പോയിരുന്നു ചോറുണ്ട് ഉറങ്ങാനാണ് വിചാരിക്കുക. പക്ഷെ എന്ത് ചെയ്യാം, എന്റെ അവസ്ഥ ജോലിക്ക് പോയല്ലേ പറ്റും. ലീവ് കിട്ടിയില്ല, അതുകൊണ്ടാ ഞാൻ ഈ മാസം 22-ാം തീയതി എന്തോ വീട്ടിൽ പോവാന്ന് വിചാരിച്ചിട്ടുണ്ട്. ലീവ് കിട്ടിയാൽ എന്തായാലും വീട്ടിൽ പോവും എന്നാണ് വിചാരിച്ചേക്കണേ. പിന്നെ ഗ്രീൻഫീൽഡിലേക്ക് ഞാൻ എന്തിനാ വന്നതെന്ന് വെച്ചാൽ സിനിമ കാണാൻ എനിക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നു. മോഹിനിയാട്ടം എന്ന് പറഞ്ഞ സിനിമ കാണാനായിട്ടാണ് ആഗ്രഹമായിരുന്നത്. പക്ഷെ ടിക്കറ്റ് ഒന്നും ഇല്ലായിരുന്നു. അപ്പൊ ആ പ്ലാൻ ക്യാൻസൽ ആണ്. അത് കഴിഞ്ഞിട്ട് ഇനി ചെയ്യാളെന്ന് വെച്ചാൽ ഫുഡ് കഴിക്കണം ഗൈസ്. ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചുകൊണ്ട് അതായത് ഡ്യൂട്ടിക്ക് പോകണം. ഇത് വെള്ളയും ഇത് റോസും ഒരു ചെടിയിൽ തന്നെ 2 പൂക്കൾ. ഞാൻ ആദ്യമായിട്ട് കാണിച്ചു. പിന്നെ ഞാൻ ഇവിടെ പഠിച്ചത് കാണാത്തൊരു കണ്ടോ, കേരള യൂണിവേഴ്സിറ്റിയിൽ കാര്യവട്ടം ക്യാമ്പസിൽ. എനിക്ക് ഇന്ത്യ അവിടെ പഠിക്കണം തന്നെയാണ് ആഗ്രഹം. പക്ഷെ ആഗ്രഹം മാത്രം നടക്കണില്ല. ഞാൻ ഇപ്പൊ ഒരു ചായ കുടിക്കാൻ വന്നതാണ്. ചായയുടെ ഒപ്പം വല്ല തിന്നണമെന്നുണ്ടായിരുന്നു. പക്ഷെ വയറില്ല, എന്തോ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിട്ട് അങ്ങ് ദഹിച്ചില്ല എന്ന് തോന്നുന്നു. അപ്പൊ ചായയിൽ ഒതുക്കാന്ന് വിചാരിച്ചു. പക്ഷെ എന്റെ കൂടെ വന്ന ആള് കഴിക്കുന്നത് നെയ്റോസ്റ്റ് ആണ്, എന്റെ മുന്നിൽ ഇരുന്നിട്ട്. അത് ശരിയല്ല, എന്നാലും കുഴപ്പമില്ല. എനിക്ക് തിന്നാൻ പറ്റാത്തോണ്ടല്ലേ, സാല തിന്നിട്ട്. പിന്നെന്താ പറയാ, ചപ്പാത്തിയാ. കുഴപ്പമില്ലല്ലോ, കൊള്ളാവോ? ചായ ഒക്കെ കുടിച്ച് പുറത്തൊന്ന് കാറ്റ് കൊള്ളാന്ന് വെച്ച് വന്നിരുന്നാണ് കേസ്. വലിയ കാര്യമൊന്നുമില്ല, കാറ്റൊന്നും വീശുന്ന പോലും ഇല്ല, ഇല പോലും അനങ്ങുന്നില്ല. എനിക്കറിയില്ല, ചൂടെടുത്തിട്ട് ഇരിക്കാൻ പറ്റുന്നില്ല. ഇനിയിപ്പോ ഒരു സാധനം ഞാൻ വാങ്ങാന്ന് വിചാരിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് തപ്പാൻ പോണം. എന്നിട്ട് എങ്ങനെയാണ് അതിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ചർച്ച ചെയ്ത് എന്നുവെച്ചാൽ കണ്ടുപിടിച്ചിട്ടൊക്കെ വേണം ആ സാധനം വാങ്ങാൻ. അപ്പൊ അത് എന്താണെന്ന് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാമേ, ഞാൻ വാങ്ങുന്നത് എന്താന്ന് വെച്ചാ. എന്നാ ശരി, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അയ്യോ, വിഷു ഷൂട്ട് ചെയ്യാന്ന് വിചാരിച്ചു മഞ്ഞ ഡ്രസ്സൊക്കെ ഇട്ട് വന്ന്. പക്ഷെ പണിക്കൊന്നും കിട്ടിയില്ല. അപ്പൊ തൽക്കാലം ഈ പൂ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. അല്ലാണ്ടിപ്പം ചെയ്യാൻ പറ്റില്ല. ഈ പൂ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ഷൂട്ട് നടത്താമെന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷെ ചെടികളൊന്നും കോപ്പറേറ്റ് ചെയ്യുന്നില്ല. തൊടുമ്പേക്കും മേത്തേക്കാണ് വരുന്നത്. എന്താ ചെയ്യാ? പക്ഷെ കുറെ പൂവുള്ള സ്ഥലത്ത് നിന്നാലാണ് നല്ല രസത്തിൽ ഒരു ഫോട്ടോ കിട്ടുള്ളൂ. നോക്കാം, ഇവിടെ കിട്ടോ, കാണാമോ? കൊള്ളാവോ? അതിനനുസരിച്ച് നമുക്കൊരു ഫോട്ടോ എടുക്കാം. ഞാൻ അവിടെ